വഴിയെ പോകുന്നവരെ ഒന്ന് അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് അമ്മായിയമ്മയെ കുറിച്ച് പറഞ്ഞ് നമ്മുടെ ദിയാകൃഷ്ണൻ ഒന്ന് എയറിലായിരുന്നു. ഇന്നാണ് ഞാൻ ആ പോസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. അതിനകത്ത് ആ കുട്ടി പറയുന്നത്, എനിക്ക് അമ്മ എന്ന് പറയുന്നത് സിന്ധു കൃഷ്ണ ഒരാളെ ഉള്ളൂ, അപ്പോൾ ബാക്കിയുള്ളവരെ എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല എന്നാണ് ദിയയുടെ ഒരു അവകാശവാദം. ഒന്ന് വഴിയെ പോകുന്നവരെന്നുള്ള ആ വാക്കാണ് ശരിക്കും അവിടെ കോൺട്രവേഴ്സി ആയിട്ട് വന്നത്. അതർവൈസ് വാട്ട് ഷീ സെഡ് ഇസ് ഫൈൻ, എല്ലാവർക്കും അവരവരുടെ ഇഷ്ടം. പക്ഷെ എൻ്റെ ഒരു ഇഷ്ടം എങ്ങനെയാണെന്നറിയോ, ലൈക്ക് എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ, എൻ്റെ കസിൻസ് ആയിക്കൊള്ളട്ടെ, എനിക്ക് അടുപ്പം തോന്നുന്ന ആൾക്കാരെ എന്നെ അവരുടെ പാരൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഇപ്പം എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്ന് വെച്ചിട്ട് ഇതാണ് എൻ്റെ പാരൻ്റ് കേട്ടോ, ഇതാണ് എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഐ സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ വിത്ത് അമ്മേ എന്ന്. കാരണം ഐ നോ ദ നെക്സ്റ്റ് മൊമെന്റ് ദേ ആർ ഗോയിങ് ടു കോൾ മീ മോളെ. അവർക്ക് മോളില്ലാഞ്ഞിട്ടോ മോനില്ലാഞ്ഞിട്ടോ അല്ല, മനസ്സിലായില്ലേ? ഇപ്പൊ ദിയാകൃഷ്ണ പറഞ്ഞ എനിക്ക് അമ്മയുണ്ട്, അതാണ് ഒരാളുണ്ട്, വേറെ ആരും എൻ്റെ അമ്മയാവുന്ന ഇഷ്ടമല്ല എന്ന്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇവരൊക്കെ നമ്മളെ മോളേന്ന് വിളിക്കുമ്പോൾ അവർക്ക് മോളില്ലാഞ്ഞിട്ടല്ല, അവർക്ക് മോളോ മോനോ ഇല്ലാഞ്ഞിട്ടല്ല. അതൊരു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ അടുപ്പം തോന്നാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അവിടെ നമ്മളൊരു പൊസിഷൻ കൊടുക്കുന്നില്ല, അല്ലേ? അപ്പം അവരെന്നെ മോളെ എന്ന് വിളിക്കുന്നു, ഞാൻ അവരെ അമ്മ എന്ന് വിളിക്കുമ്പോൾ എനിക്കൊരു അടുപ്പം തോന്നും. ബിക്കോസ് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ എനിക്ക് അത്ര അടുപ്പമുള്ള ആളാണ്. അവരുടെ അമ്മ എൻ്റെ അമ്മയെ പോലെയാണ്. എനിക്ക് ഒരു അമ്മയുടെ സ്ഥാനത്താണ് അവരെ ഞാൻ കാണുന്നതെന്നാണ് അവിടെ കാണിക്കുന്നത്. അല്ലാതെ അമ്മ എന്ന് എൻ്റെ അമ്മയുടെ സ്ഥാനം മാറ്റി വെച്ചിട്ട് അവരെ അവിടെ പ്ലേസ് ചെയ്യല്ല ചെയ്യുന്നത്. സോ ഇതുപോലെ തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഇൻലോസിൻ്റെ അടുത്ത് ചെന്ന സമയത്ത് എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ മോളേന്നൊന്നും അല്ല വിളിച്ചിരുന്നത്. ആക്ച്വലി പേരും അങ്ങനെയൊക്കെ തന്നെയാണ് വിളിച്ചിരുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ മമ്മി, ഞാൻ മമ്മി ഡാഡി എന്ന് തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. മമ്മി അവരുടെ മക്കളെ മോനെ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും വഴക്കുണ്ടാക്കുമായിരുന്നു. എന്താ അവരെ മാത്രം മോനെ എന്ന് വിളിക്കുക, എന്നെ എന്താ മോളെ എന്ന് വിളിക്കാത്തത്? പക്ഷെ എന്താ അവർക്കത് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല എന്ന് തോന്നുന്നു. എന്നെ പേരും അല്ലെങ്കിൽ എടി എന്നൊക്കെ തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിനകത്തൊരു സ്നേഹം, അത് ഡിഫറെന്റ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമുക്ക് പലരും നമ്മളെ മോളേന്ന് വിളിക്കുമ്പം ഒരു കംഫർട്ട് തോന്നും, അല്ലെങ്കിൽ ഒരു സന്തോഷം തോന്നും. അത് തന്നെ ആയിരിക്കില്ലേ നമുക്ക് അവരെ അമ്മേ, പപ്പേ അല്ലെങ്കിൽ അച്ഛ എന്നൊക്കെ വിളിക്കുമ്പോൾ തോന്നുന്നത്? ആ ഒരു അടുപ്പാണ് അവിടെ ഫീൽ ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ആ ഒരു വലിയൊരു ബൗണ്ടറി ബാരിയർ അവിടെ ബ്രേക്ക് ചെയ്ത് നമ്മൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണെന്ന് അവർക്ക് തോന്നിക്കുന്ന ഒരു എക്സ്പ്രഷൻ, ഒരു ഈസി എക്സ്പ്രഷനും കൂടെയാണ് ഈ അമ്മ അച്ഛ എന്നുള്ള വിളി, എസ്പെഷ്യലി പാരൻസിൻ്റെ അടുത്ത്. ഇനി ആൻറ്റി എന്ന് വിളിക്കാം, കുറച്ചും കൂടെ നമ്മളൊരു ഡിസ്റ്റൻറ്റ് ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് ആൻറ്റി എന്ന് വിളിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത്, ഞാൻ എപ്പോഴും ഐ ഫീൽ അതൊരു ഏജ് വെച്ച് നോക്കിയിട്ട്, ഇപ്പം എനിക്ക് എന്നെക്കാട്ടിലും അധികം ഏജ് ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഞാൻ അമ്മയെന്നൊന്നും വിളിക്കില്ല കേട്ടോ. പക്ഷെ ഏജൊക്കെ വെച്ച് നോക്കിയിട്ട് നമ്മൾ അമ്മയെന്ന് വിളിക്കുന്നതിലോ അച്ഛാന്ന് വിളിക്കുന്നതിലോ തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതാണ്